നമുക്ക് സർക്കിൾസിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A triangle is drawn by joining a point on a semicircle to the ends of the diameter. Then circles are drawn with the other two sides as the diameter. Prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. ഇപ്പോൾ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ സെമി സർക്കിളിൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആംഗിൾ, അതായത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ സെമി സർക്കിളിലെ ട്രയാങ്കിളിന് സെമി സർക്കിളിൻ്റെ ഡയമീറ്ററാണ് ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് വരുന്ന അൾട്ടിറ്റ്യൂഡും ബേസും, അതാണ് മറ്റ് വശങ്ങൾ. ആ വശങ്ങൾ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറെ 2 സർക്കിളുകൾ കൂടി വരയ്ക്കുക. അതിൻ്റെ ബേസ് വെച്ചിട്ട് സെമി സർക്കിൾ, അതുപോലെ അതിൻ്റെ അൾട്ടിറ്റ്യൂഡ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറൊരു സെമി സർക്കിൾ. അപ്പോൾ ഈ ബ്ലൂ ആൻഡ് റെഡ് പോർഷൻ, അതായത് ആദ്യത്തെ സെമി സർക്കിളിൽ വരാത്ത പോർഷൻ, അതായത് ഈ ബ്ലൂവും ഈ റെഡ് പോർഷനും കൂടി ചേരുമ്പോൾ, അതായത് ബ്ലൂ എന്ന് പറയുന്ന ഈ പോർഷൻ്റെ ഏരിയയും റെഡ് എന്ന് പറയുന്ന ഈ പോർഷൻ്റെ ഏരിയയും ചേരുമ്പോൾ നമ്മൾ ആദ്യം സെമി സർക്കിളിൽ വരച്ച ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടണം. അതായത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ റെഡ് ആൻഡ് ബ്ലൂ ക്രസൻറ്റ് ഓഫ് ദി സെമി സർക്കിൾ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ. നമുക്കിവിടെ എല്ലാം എന്താണ്? സെമി സർക്കിൾസാണ്. സെമി സർക്കിളിൻ്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ദി സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു ½ πr². എണ്ണത്തിൻ്റെ ഏരിയ കാണണം. ആദ്യത്തെ ഈ സർക്കിളിൻ്റെ ഏരിയ കാണണം, രണ്ടാമത് വരച്ച ഈ സർക്കിളിൻ്റേത് കാണണം, അതുപോലെ ഇതിൻ്റെയും കാണാൻ. 3 സെമി സർക്കിളിൻ്റെ ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. കാണുമ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് വേണം കാണേണ്ടത്. പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. നമുക്കതിന് ഞാൻ പേര് കൊടുത്തു, ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC അല്ലേ? ട്രയാങ്കിൾ ABC. നോക്കൂ, AB ആണ് ആദ്യത്തെ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ. ആദ്യത്തെ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററാണ് അല്ലേ? ഡയമീറ്ററാണ് ഏത്? AB. ആദ്യത്തെ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററാണ് AB. ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് സെമി സർക്കിൾ. അടുത്ത് നോക്കൂ, രണ്ടാമത് AC. AC ആണ് ഡയമീറ്റർ ഓഫ് സെക്കൻഡ് സെമി സർക്കിൾ. അടുത്ത് CB ആണ് ഡയമീറ്റർ ഓഫ് തേർഡ് സെമി സർക്കിൾ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ഏരിയ കാണണം. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ ഏരിയ ½ π × AB /2². അതായത് ½ π × AB² / 4. 2 × 4 8, 1/8 π AB². ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. രണ്ടാമത് ½ π × AC /2² അല്ലേ? ബേസ് ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിൾ രണ്ടാമത്തത്. അപ്പോൾ ½ π × AC² / 4. 4 × 2 8, 1/2 π AC² എന്നാകും. അത് രണ്ടാമത്തത്. മൂന്നാമത്തത് ½ π × CB /2². ½ π × CB² / 4. 1/8. 2 × 4 8, 1/8 π CB². 3 എഴുതും. ഇനി നമ്മളിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. പൈതഗോറസ് തിയറം നമുക്കറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് സ്ക്വയർ പ്ലസ് അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അതിൻ്റെ ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്നത്. അതായത് 2 + 3 = 1. 1/8 π AC² + 1/8 π CB² = 1/8
പൈ എ ബി സ്ക്വയർ എന്ന് വരണം. നോക്കൂ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താണ്, സിയും വെട്ടിപ്പോവും. പിന്നെ ആരൊക്കെയുണ്ട്? 1/8 പൈ എ ബി സ്ക്വയർ ഈക്വലായില്ലേ? അതായത് ഏത് തീറത്തിന് ഈക്വലായി? നമ്മുടെ പൈതഗോറസ് തീറത്തിന് ഈക്വലായി. എങ്ങനെയാണ്? ബേസ് സ്ക്വയർ പ്ലസ് അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനൂസ് എന്ന രീതിയിലേക്ക് അത് വന്നു. മാർക്ക് ചെയ്യുന്നു പി ക്യു ആർ എസ് ടി. അതായത് ആദ്യത്തെ സെമി സർക്കിളിനകത്ത് പി ക്യു ആർ, അപ്പോൾ പി പ്ലസ് ക്യു പ്ലസ് ആർ എന്നെഴുതും. അടുത്ത ഏതാണ്? ഇതെടുക്കാം. അതിൽ ക്യു പ്ലസ് എസ് എന്നെടുക്കാം. അടുത്ത സെമി സർക്കിൾ ഏതാണ്? ആർ പ്ലസ് ടി. എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളാണിത്. പി ക്യു ആർ ഈക്വൽ ടു, അതായത് പി പ്ലസ് ക്യു പ്ലസ് ആർ ഈക്വൽ ടു, അടുത്ത എ സി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളാണ് ക്യു പ്ലസ് എസ് പ്ലസ്, അടുത്ത് സി ഡി അല്ലെങ്കിൽ സി ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളാണ് ആർ പ്ലസ് ടി. അപ്പോൾ നമുക്കിതിൽ പി ആണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് പി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകും. പി മാത്രം ഇവിടെ എഴുതും. പി ഈസ് ഈക്വൽ ടു, ബാക്കി അതുപടി എഴുതിയിട്ട് ക്യു പ്ലസ് എസ് പ്ലസ് ആർ പ്ലസ് ടി. ഇതിനെ രണ്ടിനെയും അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് ക്യു മൈനസ് ആർ. അപ്പോൾ ഇതിൽ മൈനസും പ്ലസും വെട്ടിപ്പോവും. ക്യു മൈനസ് ഉണ്ട്, ക്യു പ്ലസ് ഉണ്ട്, പോയി ആർ പ്ലസ് ആർ മൈനസ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു, ബാക്കി എത്രയുണ്ട്? എസ് പ്ലസ് ടി. ബാക്കി എസ് പ്ലസ് ടി. നോക്കാൻ, പി എന്ന് പറയുന്നത് എന്താണ്? എൻ ഈക്വലാണ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത് അല്ലേ? ഈ ബ്ലൂ ക്രിസൻറ്റിനും റെഡ് ക്രിസൻറ്റിനും ഈക്വലാണ്. സം ഓഫ് ഏരിയ ഓഫ് ബ്ലൂ ക്രിസൻറ്റ് ആൻഡ് റെഡ് ക്രിസൻറ്റ് ആർ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദ സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ എ ബി. ക്ലിയർ ആയില്ലേ?